ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടു കാണുമല്ലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് ഒരു ചിക്കൻ ബിരിയാണി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചിക്കൻ നന്നായിട്ട് കഴുകി അതിലേക്ക് മസാലയൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. എന്നിട്ട് ഞാനിത് ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപ് അത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പ് മാറിക്കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ കുക്കറിലേക്ക് ഇട്ട് അതിനാവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നമ്മളത് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 4 to 5 വിസിൽ വരണം ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് വേവുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ബിരിയാണിയുടെ റൈസിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ റൈസിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ജീരകശാല അരിയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ബസ്മതി റൈസും എടുക്കാം. അപ്പോൾ ഞാൻ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 2.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അതിലേക്ക് ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും ഒരു ഇച്ചിരി ഉപ്പും നാരങ്ങാനീരും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും ഇട്ടിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്തു. എന്നിട്ട് കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് ഒക്കേഷണലി സ്റ്റിർ ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്കതിനെ ഒന്ന് മൂടി വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. മൂടി വെക്കുമ്പോഴേക്കും ഒട്ടുമേറെ പുറത്തേക്ക് പോകാത്ത രീതിയിലുള്ള മൂടി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണേ. അത് അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ അവിടെ വെന്തിട്ടുണ്ട്. ആ വിസിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ റൈസ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കിയാൽ മതി വെന്തോ ഇല്ലേ എന്ന്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വറ്റാറായിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ വെക്കാം. നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ക്യാരറ്റ്, ഒണിയൻ, മിൻറ്റ് ലീവ്സ് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതാണ് നമുക്ക് റൈസിന് വേണ്ടത്. പിന്നെ ചിക്കൻ കറിക്ക് വേണ്ടി നമുക്ക് ഒണിയൻ, അതുപോലെ തന്നെ കുഞ്ഞായിട്ട് അരിഞ്ഞത്, വേപ്പലയും, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി അരച്ചൊരു പേസ്റ്റും കൂടി വേണം. പിന്നെ ഞാൻ കാഷ്യൂനട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതും പേസ്റ്റ് ആക്കി എടുക്കാനായിട്ടാണ്. അപ്പോഴേക്കും നമ്മുടെ റൈസ് അതിൻ്റെ ഇടയ്ക്ക് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ഇളക്കി മാറ്റി നമുക്ക് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഇടാനുള്ളത് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നെയ്യ് ഒന്ന് ചൂടാവുമ്പോഴേക്കും നമ്മുടെ കാഷ്യൂ നട്ട്സ് നമുക്ക് ആവശ്യത്തിന് എന്തോരം കാഷ്യൂ നട്ട്സ് ഇടാനാണോ ഇഷ്ടം അത്ര ഇടാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് കുറേ കാഷ്യൂ കടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് അങ്ങനെ ഇളക്കി അതൊരു ബ്രൗൺ കളർ ആവുമ്പോഴേക്കും നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ആ റൈസ് മാറ്റി വെച്ചിരിക്കുന്ന റൈസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാഷ്യൂനട്ട് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ അത് നമ്മൾ വാരിയിട്ട് നമ്മുടെ റൈസിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞ് അതേ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഒണിയൻ, നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒണിയനാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഒണിയനും ഇതുപോലെ തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒണിയനും നല്ല ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുമ്പോഴേക്കും നമുക്ക് അതും റൈസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് ഇളക്കിയെടുക്കാം. ഏകദേശം ഈ ഒരു കളർ മതിയാവും. ഒണിയൻ ഒരുപാട് കരിഞ്ഞു പോയാൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഈ ഒരു കളർ വരുമ്പോഴേക്കും നമുക്കത് റൈസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ സെയിം പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ആദ്യം ഒഴിച്ച് അത്രയും നെയ്യ് തന്നെ കേട്ടോ ഇതിന് യൂസ് ചെയ്യുന്നുള്ളൂ. ആ നെയ്യിൽ തന്നെയാണ് നമ്മൾ ഇനി അടുത്ത ക്യാരറ്റും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ക്യാരറ്റ് നമ്മൾ ഇതുപോലെ തന്നെ അതേ നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് സ്പൂണും കൊണ്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം നമ്മളത് മൂടി വയ്ക്കണം. കാരണം ക്യാരറ്റിന് ഇച്ചിരി വേവ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നത് മൂടി വെച്ചിട്ടും കൂടി വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് മൂടി മാറ്റി നോക്കുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ഒരു വേവായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതും ഇതുപോലെ തന്നെ റൈസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് റൈസ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ദം ചെയ്യുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ആ ചൂടോടെ തന്നെ നമുക്ക് മല്ലിയിലയും അതുപോലെ തന്നെ മിൻറ്റ് ലീവ്സും ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് മിൻറ്റ് ലീവ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചൂടോടുകൂടി തന്നെ വേണം ആ മല്ലിയിലയോ അതുപോലെ തന്നെ മിൻറ്റ് ലീവ്സോ ഗാർണിഷ് ചെയ്യാനായിട്ട്. ഗാർണിഷ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി നമ്മുടെ ഈ റൈസിലേക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മിൻറ്റ് ലീവ്സ് ഒക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഗ്ലാസ് ലിഡ് വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്യും. അപ്പോൾ നമുക്കിനി ചിക്കൻ റെഡിയാക്കി എടുക്കാം. ചിക്കന് നമ്മൾ സെയിം പാത്രത്തിലേക്ക് കുറച്ച് നെയ്യും ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. സവാളയുടെ കൂടെ ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വേഗം വഴന്ന് കിട്ടാനായിട്ട്. അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി അടിച്ചു വെച്ച മിക്സിയിൽ അടിച്ചെടുത്ത പേസ്റ്റും അതുപോലെ തന്നെ ചെറിയ ഉള്ളി കുറച്ച് വലുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. അത് ഒന്ന് വഴന്ന് വരണം. അതിൻ്റെ ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടുന്നവരെ നമ്മൾ നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. വേപ്പിലയും ഇട്ടിട്ട് നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ശരിക്കും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ച മണം മാറി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് ബിരിയാണി മസാല, ചിക്കൻ മസാല,
ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തേക്കുന്ന കിച്ചൺ ട്രഷേഴ്സിൻ്റെ ബിരിയാണി മസാലയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള കാശ്മീരി ചില്ലി പൗഡർ, അതൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി, എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ മസാലയുടെയും ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ആയിട്ട് വരുന്നവരെ അതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മസാല എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് ഒരു ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ മസാലയൊക്കെ ഒന്ന് മിക്സായി നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാകാൻ വേണ്ടിയാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ കാഷ്യൂനട്ട് നല്ല ചൂടുവെള്ളത്തിൽ അവിടെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ ആ ഒരു കാഷ്യൂ മിൽക്ക് പോലത്തെ ഒരു ഫോമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ആ മിക്സി ജാറ് നമ്മുടെ ചിക്കൻ വേവിച്ചപ്പോൾ ഉള്ള ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്കൊന്ന് കഴുകിയിട്ട് അതിലുള്ളതും കൂടി ബാക്കിയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ മാറിപ്പോവാതെ നമുക്ക് കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ക്രീമി ടെക്സ്ചർ വരാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കി വന്ന സ്റ്റോക്കും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കണം. ഒരു ഹൈ ടു മീഡിയം, ഹൈയും അല്ല സിമ്മും അല്ലാത്ത ഒരു ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോഴേക്കും അതെന്തായാലും നന്നായിട്ട് പെട്ടെന്ന് തന്നെ വറ്റി കിട്ടും. പിന്നെ നമ്മളിത് ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആയതുകൊണ്ട് വേറെ വേവിൻ്റെ കുഴപ്പങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു 10-15 മിനിറ്റ് വറ്റിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇത് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഒരു റോസ്റ്റ് പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. അതിലേക്ക് കുറച്ച് മിൻറ്റ് ലീവ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി ഒരു പാത്രത്തിലേക്ക് ദമ്മിടാം. ദമ്മിട്ട വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. ആദ്യമേ ഒരു ലെയർ ഒരു റൈസ് ഇട്ടു, പിന്നെ ചിക്കൻ ഇട്ടു, വീണ്ടും റൈസ് ഇട്ടിട്ട് മൂടി വെച്ചു ചൂടോടെ. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള സാലഡ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ നമുക്ക് ഉള്ള വെജിറ്റബിൾസ് ഒക്കെ എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ കുക്കുംബർ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് കുഞ്ഞായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത്, കുറച്ച് മിൻറ്റ് ലീവ്സ്, ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ടു. അതിലേക്ക് നമുക്ക് തൈര് വേണമെങ്കിൽ തൈര് ഇടാം. ഇപ്പോൾ ഒട്ടും പുളി വേണ്ടാന്ന് പുളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് യോഗേർട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ക്രിംബറിയുടെ യോഗേർട്ടാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇട്ടത് ക്രിംബറിയുടെ ട്രിവാൻഡ്രം സ്പൈസ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് ബോക്സ്, ഒരു കുഞ്ഞ് ഇത് കിട്ടും. അത് ആദ്യം ഇട്ടിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസിലേക്ക് ഇച്ചിരി ഉപ്പും കുരുമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ക്രിംബറിയുടെ തന്നെ നാച്ചുറൽ യോഗേർട്ടും കൂടി ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിൽ എടുക്കാം. ലൂസായിട്ട് വെള്ളം പോലെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അല്ലാണ്ട് കുറച്ച് ക്രീമി കൺസിസ്റ്റൻസി ആണെങ്കിൽ ഈ ഒരു യോഗേർട്ട് ഇട്ട് മിക്സ് ചെയ്താൽ കറക്റ്റ് ടെക്സ്ചറായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ സാലഡും അങ്ങനെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യമേ ദം ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ബിരിയാണി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ആവശ്യത്തിന് ബിരിയാണിയും ഇടാം, നമുക്ക് ആവശ്യത്തിനുള്ള സാലഡും എടുക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ പപ്പടവും അച്ചാറും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കൻ ബിരിയാണി റെസിപ്പി. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. എനിക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓൾസോ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും.